2017 നമ്മുടെ കൊച്ചി മെട്രോ സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ വളരെ വേഗത്തിൽ തന്നെ പ്രവർത്തന ലാഭം രേഖപ്പെടുത്താനും കൊച്ചി മെട്രോയ്ക്ക് കഴിഞ്ഞു. 2022-23 സാമ്പത്തിക വർഷത്തിൽ 5.35 കോടി രൂപയുടെ പ്രവർത്തന ലാഭമാണ് കൊച്ചി മെട്രോ നേടിയിരുന്നത്. ഇന്ത്യയിൽ ഇതുപോലെ പ്രവർത്തന ലാഭം നേടിയിട്ടുള്ള അപൂർവം ചില മെട്രോകളിലൊന്നാണ് കൊച്ചി മെട്രോ. അതുപോലെ തന്നെ ഓരോ വർഷവും വലിയ രീതിയിൽ തന്നെയാണ് കൊച്ചി മെട്രോയിൽ യാത്രക്കാരുടെ വർധനവ്. തുടങ്ങി ആദ്യ വർഷത്തിൽ തന്നെ 1 കോടിക്കും മേലെയായിരുന്നു യാത്രക്കാർ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തത്. 2019-20 അത് 1,81,00,000 മേലെയായി. 2022-23 2.5 കോടി യാത്രക്കാർക്ക് തൊട്ടടുത്തെത്തുകയും ചെയ്തു. 2023-24 3,23,00,000 യാത്രക്കാരും 2024-25 3,56,00,000 യാത്രക്കാരും കൊച്ചി മെട്രോ യാത്രയ്ക്കായി ഉപയോഗിച്ചു. ഇപ്പോൾ ഏകദേശം ചില ദിവസങ്ങളിൽ 1,00,000 മേലെയാണ് ആളുകൾ കൊച്ചി മെട്രോ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. കൊച്ചി മെട്രോ വൻ വിജയമായതോടെ 2ാം ഘട്ടം കാക്കനാട്ടേക്ക് പ്രഖ്യാപിക്കുകയും ഇപ്പോൾ അതിൻ്റെ വർക്കുകൾ വളരെ വേഗത്തിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ 3ാം ഘട്ടം എയർപോർട്ടിലേക്കും അങ്കമാലിയിലേക്കും പ്രഖ്യാപിച്ചിരിക്കുന്നു. മെട്രോ എങ്ങനെയാണ് കൊച്ചിയുടെ തലവര മാറ്റിയതെന്ന് ചോദിച്ചാൽ, കൊച്ചി ഇന്ന് കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായും ഏറ്റവും സൗകര്യപ്രദമായും യാത്ര ചെയ്യാൻ പറ്റുന്ന നഗരമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ മറ്റുള്ള നഗരങ്ങളിലെ മെട്രോയുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊച്ചി മെട്രോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായ മേഖലകളിലൂടെ മെട്രോ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള നഗരങ്ങളിലുള്ളവർക്ക് കൊച്ചി സിറ്റി ഒരു ഡ്രീം നഗരമായി മാറിക്കഴിഞ്ഞു. സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രതികൂല അന്തരീക്ഷമുള്ള കാലാവസ്ഥയിൽ പോലും പ്രീമിയം യാത്രയാണ് നഗരത്തിലുടനീളം കൊച്ചി മെട്രോ നൽകുന്നത്. മെട്രോ റെയിൽ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കാകട്ടെ വാട്ടർ മെട്രോയും AC ഫീഡർ ബസ്സും എല്ലാം കളം പിടിച്ചു കഴിഞ്ഞു. ഇതോടെ ഇന്ത്യയിൽ ഏറ്റവും അധികം മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനുള്ള നഗരമായി കൊച്ചി മാറിക്കഴിഞ്ഞു. കാക്കനാട്ടേക്കുള്ള പാത പൂർത്തിയാകുന്നതോടെ വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊച്ചിയിലെത്തും. അധികം കാത്തിരിക്കാതെ തന്നെ തൃക്കാക്കര നിന്നും കിഴക്കമ്പലം വരെ കൊച്ചി ഈസ്റ്റ് എന്നോ അല്ലെങ്കിൽ വേറൊരു പേരിലോ അറിയപ്പെടാവുന്ന കൊച്ചി നഗരത്തിൻ്റെ മറ്റൊരു വലിയ ഭാഗം രൂപപ്പെടും. നമ്മുടെ രാജ്യത്ത് മറ്റേതൊരു സ്റ്റേറ്റ് എടുത്താലും അവിടെയെല്ലാം ഒരു മെട്രോ സിറ്റി ഉള്ളതായി കാണാം. നിലവിൽ Tier 1 നഗരമാകാനുള്ള വലിയൊരു സാധ്യതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചി. കേരളം മൊത്തത്തിൽ ഒരു നഗരമായി വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും കൊച്ചി ബേസ് ചെയ്ത് ഒരു മെട്രോ നഗരം കേരളത്തിന് അനിവാര്യതയാണ്.